ഓയിസ്ക ഇന്റർനാഷണൽ കൽപ്പറ്റ ചാപ്റ്റർ പ്രവർത്തകരും നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉത്സവ അന്തരീക്ഷത്തിൽ നടന്നു. കൽപ്പറ്റ കോക്കുഴിയിലാണ് 2 ഏക്കർ സ്ഥലത്ത് കൃഷിയിറക്കിയത്. പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനാണ് ഓയിസ്ക വിദ്യാർത്ഥികളുമായി ചേർന്ന് കൃഷിയിറക്കിയത്. ഓയിസ്ക ഇന്റർനാഷണൽ കൽപ്പറ്റ ചാപ്റ്റർ ഇത് 4ാം തവണയാണ് നെൽകൃഷി ഇറക്കുന്നത്. 4 തവണയും 100 മേനി വിളവ്. കൽപ്പറ്റ കോക്കുഴിയിലെ 2 ഏക്കർ വയലിലാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിലെ ഡോക്ടർ സെബാസ്റ്റ്യൻ്റെ വയലിലാണ് അദ്ദേഹത്തോടൊപ്പം ചേർന്ന ഓയിസ്ക ഇന്റർനാഷണലും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളും ചേർന്ന് കൃഷിയിറക്കിയത്. ജൂൺ മാസത്തിൽ ആരംഭിച്ച കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിലാണ് നടത്തിയത്. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തുകളുടെ ഭാഗമായിട്ടൊക്കെ ലഭിക്കുന്നുണ്ട്. ആ ഒരു മാറ്റം, ആ ഒരു സബ്സിഡിയും ഒക്കെ ഇതായിക്കൊണ്ട് ഒന്ന് എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കൂലിച്ചെലവ് വലിയ ഒരു ബാധ്യതയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കർഷകരെ കിട്ടില്ല. മെതിയന്ത്രങ്ങൾ ഇന്ന് യഥേഷ്ടം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത് യഥാസമയത്ത് നമുക്ക് കിട്ടാത്ത അവസ്ഥയുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രയാസങ്ങൾ നെൽകർഷകരെ ബാധിക്കുന്നു. പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനായാണ് ഇത്തരം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഡോക്ടർ സെബാസ്റ്റ്യൻ്റെ 2 ഏക്കർ നെൽപ്പാടത്ത് ഓയിസ്ക ഇന്റർനാഷണലും DM വിംസ് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് കോളേജും ഡോക്ടർ സെബാസ്റ്റ്യൻ ഞങ്ങൾ 3 കൂട്ടരും കൂടി ചെയ്ത ഒരു നെൽകൃഷിയാണ്. പുതിയ തലമുറയിലെ കൃഷിയിലേക്ക് കൊണ്ടുവരാനും കൃഷിയുടെ മഹാത്മ്യം അവരെ പഠിപ്പിക്കാനും വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ്. ഇത് ഓയിസ്കയുടെ 4ാമത്തെ നെൽകൃഷി കൊയ്ത്തുത്സവമാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ വളരെ ഇൻട്രസ്റ്റഡ് ആണ്. കൃഷിയെ ധനസമ്പാദനത്തിന് മാത്രമായി കാണരുതെന്നും മണ്ണിനെയും കൃഷിയെയും സ്നേഹിക്കാൻ പുതുതലമുറ തയ്യാറാകണമെന്നും ഡോക്ടർ സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. എൻ്റെ ഹോബിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ജനിച്ച നാൾ മുതലേ ഞാൻ കൃഷിക്കാരനായി ജനിച്ചത്. ഐ ലവ് ടു ഡു ഇറ്റ്, ദാറ്റ്സ് ഓൾ. നമ്മളെല്ലാം നിലനിർത്തുന്നത് കൃഷിയാണ്. കൃഷിക്കാരൻ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ ജോലിയും നമ്മൾ അക്വയർ ചെയ്യുന്നത്. പക്ഷേ കൃഷി ചെയ്ത് പഠിക്കണം നമ്മൾ. എനിക്ക് അതിൽ അതിയായ സന്തോഷമുണ്ട്. പുതിയ തലമുറയുടെ പറയാനുള്ളത് കൃഷി ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും നല്ല വ്യായാമം കിട്ടുന്നത് കൃഷിയാണ്. കൃഷിയിൽ പങ്കെടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അത് നമുക്കും വരും തലമുറയ്ക്കും ഗുണം മാത്രമേ ചെയ്യൂ എന്നും അദ്ദേഹം പറഞ്ഞു. മഹാമായ വിത്ത് ഉപയോഗിച്ചാണ് കൃഷി ഇറക്കിയത്. നെൽകൃഷിയിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വിദ്യാർത്ഥികളും ഏറെ ആഹ്ലാദത്തിലാണ്. ഇല്യാസ്, ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.